നമ്മുടെ ട്രിവാൻഡ്രം പുത്തരിക്കണ്ടം മൈതാനത്തിൽ റംബൂട്ടാൻ്റെയും മാമ്പഴത്തിൻ്റെയും ഫെസ്റ്റ് നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് കെട്ടിയൊരുങ്ങി പോകുന്നതാണ്. എൻട്രി ഫീസായിട്ട് 30 രൂപയാണ് വാങ്ങിയത്. അത് കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ പുസ്തകങ്ങളുടെ സെക്ഷനാണ് ഉള്ളത്. കുറച്ചധികം സ്റ്റോളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാത്തിനും ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ ഇത് ചെരുപ്പിൻ്റെ സെക്ഷനായിരുന്നു. ചെരുപ്പെല്ലാം കൊള്ളായിരുന്നു, പക്ഷെ വാങ്ങാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞ് നേരെ റംബൂട്ടാനൊക്കെ എത്തുന്ന സ്ഥലത്തെത്തിയേ. ഒരുപാട് വെറൈറ്റി റംബൂട്ടാൻ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഇച്ചിരി വില കൂടുതൽ പോലെ എനിക്ക് തോന്നി. പിന്നെ മാമ്പഴം അധികം വെറൈറ്റി ഒന്നും ഇല്ല, പക്ഷേ ഉള്ളതെല്ലാം ഒരുമാതിരി എല്ലാവരും തിരിഞ്ഞിട്ട ഒരു ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ചെടിയും കിട്ടും കേട്ടോ, മാമ്പഴത്തിൻ്റെയും റംബൂട്ടാൻ്റെയും. അവിടെ നിന്ന് നേരെ ഈസ്റ്റ് ഫോർട്ട് പോയിട്ട് കമ്മൽ മാത്രം കിട്ടുന്നൊരു ഷോപ്പിലോട്ട് കയറിയേ. ഒരുപാട് വെറൈറ്റി കമ്മലുണ്ട്. വലിയ ജിമിക്കി കമ്മലൊക്കെ ഇടുന്നവർക്ക് ഒരുപാട് കളക്ഷൻ കിട്ടുക ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 1-2 കമ്മലെടുത്തിട്ട് നേരെ രാമചന്ദ്രനിൽ കയറി. അവിടെ നിന്ന് ദാവിനൊരു ഡ്രസ്സും എടുത്തു. പിന്നെ അവരുടെ തന്നെ ഒരു ഫാൻസി സ്റ്റോറും ഉണ്ട് തൊട്ടടുത്തായിട്ട്. അവിടെയും ചെന്നു. അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങി. മെയിൻലി കുപ്പിവള വാങ്ങുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നെ അവിടം വരെ വന്ന സ്ഥിതിക്ക് മഹാചിപ്സിലൂടെ ഒന്ന് കയറി. അവിടെ നിന്നും കുറച്ച് സാധനമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. വരുന്ന വഴിക്ക് ദാഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ലൈമ് കൂടി കുടിച്ചു. അങ്ങനെ ലൈമെല്ലാം കുടിച്ച് വീടെത്തിയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. അവിടുന്ന് പോയി ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പിന്നെ ബീഫ്. കടയിലെ ഏറ്റവും സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ബീഫ് പെരട്ടാണ്. ബീഫ് പെരട്ട ഞങ്ങൾ വാങ്ങിച്ചില്ല, പക്ഷേ ചിക്കൻ ഫ്രൈയും അതുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ചില്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ബീഫ് ചില്ലിയാണ് വാങ്ങിയതും. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നുകൊണ്ട് തന്നെ നല്ല പോളിങ്ങും ആയിരുന്നു. ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോയത് കഴക്കൂട്ടത്തുള്ള ആനന്ദ് ഫുഡ്സിലാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.